ദയവ് ചെയ്താലും പോളികാർബൺ ഷീറ്റ് അടിക്കരുത്. കാരണം ഗ്ലാസിന്റെ പണി ചെയ്താലേ ഞങ്ങൾക്ക് പണി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിപ്പോ നമ്മുടെ ആശാന്റെ പണിയാണ്. അപ്പൊ ആശാൻ വിളിച്ചുകൊണ്ട് പണിക്ക് വന്നേക്കണേ. അപ്പൊ 2 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ് നമുക്ക് കിരികിരാന്ന് മുറിച്ചെടുക്കാം. അപ്പൊ ആശാമന് ഇതിങ്ങോട്ട് നോക്കിയതുണ്ട നമ്മ എന്ത് പേപ്പറായിട്ട് ചലിച്ചെടുക്കുന്നുണ്ട. എന്നിട്ട് ഒരു ഷീറ്റ് വെച്ചിട്ട് അത് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കും. അപ്പൊ നമ്മൾ ടേപ്പർ അടിച്ച പീസൊക്കെ നമ്മൾ ഒരു ഷീറ്റ് വെച്ചിട്ട് അടച്ചെടുത്തിട്ട് നല്ല വിജാഗിരി പോലെ ഇരിക്കും. നല്ല സെറ്റപ്പ് ആയിരിക്കും കാണാൻ, നല്ല ഫിനിഷിങ്ങിലും എടുക്കും. അപ്പൊ നമ്മളിങ്ങനെ പച്ചക്കായ ചെത്തി വെച്ച പോലെ ഇരിക്കും. അപ്പൊ നല്ല ഭംഗിയിലിരിക്കും. അപ്പൊ ഇവിടെ ഷിറ്റിൻ മൊയ്തീൻ കുഞ്ഞ് തീർ പോളിഷ് അടിക്കാനുണ്ട്. അത് കുപ്പിച്ചിൽ പോലെ ഇങ്ങനെ അടിച്ചിങ്ങനെ എടുത്തേക്കണേ. അപ്പൊ ശവന ഈ ബ്ലാക്ക് ഗ്ലാസ് ആണ് നമ്മൾ ഇടുന്നത്. അതേപോലെ തന്നെ ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ 85 രൂപ സ്ക്വയർ ഫീറ്റ് വന്നേക്കണം. ഒരു സ്ക്വയർ ഫീറ്റിന് 5 mm തിക്നെസ് ഉള്ള ഗ്ലാസ് ആണ്, ടെമ്പർ അടിച്ച ഗ്ലാസ് ആണ്. അതേപോലെ നമ്മൾ പോളികാർബൺ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞ് പൊടിച്ചു പോകും വെയിൽ കൊണ്ടുപോകും. ഇതാകുമ്പോൾ ലൈഫ് ടൈം കിടന്നോട്ടാ. പിന്നെ സ്റ്റീലാകുമ്പോൾ തുരുമ്പിച്ച് പോകില്ല. പിന്നെ നമുക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റീലിന്റെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ പട്ട, ആങ്കർ ബോൾട്ട് എല്ലാം എസ് ആണ്. അതുകൊണ്ട് ഒരു കാലത്തും തുരുമ്പിച്ച് പോകില്ല. എന്നാ പിന്നെ വച്ചമ്പി ഇത് ഇവിടെ വെറുതെ കുത്തിയിരുന്നോട്ടെ കേട്ടോ. അപ്പൊ ഇവിടെ ആശാൻ എല്ലാ പണിയും പിടിക്കണ്ട കേട്ടോ ഇവിടെ. അപ്പൊ ആശാനും ബ്രോക്കർ പരിപാടി ഉണ്ട് കേട്ടോ. ആരെങ്കിലും കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ആശാന്റെ നമ്പർ തരാം. അപ്പൊ ആശാമാരെ 5 mm ഗ്ലാസ്സിന് ടെമ്പർ അടിപ്പിച്ചെടുത്തേക്കണേ കേട്ടോ. അപ്പൊ നമ്മൾ വലിച്ചു കയറ്റിട്ട് താഴത്തോട് ഒറ്റടി. അതേപോലെ തന്നെ എല്ലാ ഗ്ലാസും വലിച്ചു കയറ്റി താഴത്തോട് ഒറ്റടി. പിന്നെ എല്ലാം സിലിക്കോണൊക്കെ അടിച്ച് തീർത്തിട്ടങ്ങ്. അങ്ങനെ ഒരു ഗ്ലാസ് വെച്ച് ഒറ്റടി, 2 ഗ്ലാസ് വെച്ച് 3 അടി, 4 ഗ്ലാസ് വെച്ച് ഒറ്റടി. അങ്ങനെ പരിപാടിയൊക്കെ തീർത്തമ്മ. അപ്പൊ ആശാമാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സഹായിക്കണേ. അപ്പൊ ആശാമാരെ നമ്മൾ ഇവിടുത്തെ പണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തീർത്തിട്ട. അങ്ങനെ ആശാനോട് ചാറ്റയും പറഞ്ഞു അടുത്ത പണിക്ക് പോയി. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സഹായിക്കണേ.